കൊല്ലം പത്തനാപുരത്ത് ക്ഷേത്രത്തിൽ നായയുമായെത്തി അതിക്രമം. അൽസേഷ്യൻ നായയുമായി എത്തിയ ഗുണ്ടാ നേതാവ് സജീവാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. ക്ഷേത്രത്തിൽ സപ്താഹ പരിപാടിക്കിടെ നായയുമായി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇത് അന്വേഷിക്കാനെത്തിയ പോലീസിൻ്റെ വാഹനം ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് ഇടിച്ച് നശിപ്പിച്ചു. മനോജ് ചേരുന്നു. മനോജ്, എന്താണ് അവിടെ നടന്നത്? പത്തനംതിട്ടയിൽ ആരാണ് ഈ വ്യക്തി? അഴമ്പിയാർ പത്തനാപുരത്ത് ഈ പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനീഷിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഇയാൾ വളർത്തുനായയുമായി ഈ ക്ഷേത്രത്തിലേക്ക് സപ്താഹ പരിപാടികൾ നടക്കുകയാണ്. ഇവിടേക്ക് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഇത് അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് പ്രതി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ പോലീസ് വാഹനത്തിന് നേരെ ഇയാളുടെ ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് ഇടിച്ച് തകർക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഭാഗവത സപ്താഹ യജ്ഞം നടന്നു വരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അന്നദാനം ഉണ്ടാക്കുന്ന പാചകപ്പുരയിലേക്കാണ് ഈ നായയുമായി ഇയാൾ എത്തുന്നതും പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഈ പത്തനാപുരം പോലീസ് ഈ സ്ഥലത്തെത്തി ഇയാളെ പറഞ്ഞയച്ച ഇയാൾ വീണ്ടും തിരിച്ചെത്തിയാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങളുടെ ചില്ലടിച്ച് തകർക്കുകയും പിന്നീട് ഈ വാഹനങ്ങൾ ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയും ചെയ്തത്. ഇതിൽ തന്നെ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി പ്രസിഡന്റ് ആയിട്ടുള്ള ശിവാനന്ദന്റെ വാഹനങ്ങളടക്കം പ്രതി ആക്രമിച്ചിട്ടുണ്ട്. തുടർന്ന് ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ വർഷങ്ങൾക്ക് മുൻപ് ടിപ്പറിൽ അനധികൃതമായി മണ്ണ് കടത്തിയത് പിടികൂടാനെത്തിയ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണ് തട്ടിയിട്ട് രക്ഷപ്പെട്ട കേസിലും ഇയാൾ പ്രതിയാണ്. ഇത്തരത്തിൽ നിരന്തരമായി ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു വരുന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഈ സജീവ്. എന്തായാലും ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഇയാൾ നിരന്തരമായി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്ന ഒരു പ്രതിയാണ്. ക്ഷേത്രത്തിൽ നായയുമായി എത്തി ഗുണ്ടാ നേതാവിൻ്റെ അതിക്രമം. പത്തനാപുരത്താണ് സംഭവമുണ്ടായത്. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.